വിശ്വാസ പ്രമാണത്തിലെ ഒരു സത്യത്തെക്കുറിച്ച് അവർ പഠിപ്പിക്കില്ല. അവരാകെ കൂടി പഠിപ്പിക്കുക യേശുവിന്റെ പ്രബോധനങ്ങളെ കുറിച്ച്. അത് ഇന്നത്തെ സാഹചര്യത്തിലേക്ക് അത് എങ്ങനെ വേണമെങ്കിലും അവരെ നീട്ടിപ്പരത്തി ഓരോ ഉപമകളിലുള്ള സംഭവങ്ങൾ എല്ലാം പറയും. പക്ഷെ ഒരിക്കലും ക്രിസ്തുവിനെ കർത്താവായിട്ട് ഉയർത്തി പറയാൻ പലപ്പോഴും മടിക്കുന്ന വൈദികരെ പോലും കാണാറുണ്ട്. അപ്പോൾ അവർക്ക് നേരെയും കൂടിയും ആണ് മാർപ്പാപ്പ വിരൽ ചൂണ്ടുന്നത്. മൂന്നാമതൊരു കൂട്ടരുണ്ട്, അത് യേശുവിനെ പ്രവാചകനായിട്ട് മാത്രം കാണുന്നവര്. ആരാണെന്ന് പറയേണ്ടതില്ല. കൃത്യം തുർക്കിയുടെ മണ്ണിൽ നിന്നുകൊണ്ട് തന്നെ പാപ്പ പറയാണ് യേശുവിനെ പ്രവാചകനായിട്ട് മാത്രം കാണുന്ന പുതിയ ഏരിയനിസത്തിന്റെ വക്താക്കളെ കുറിച്ച്. ക്രിസ്തുമസ് ആകുമ്പോൾ നമ്മുടെ കൈകളിലേക്ക് സ്ഥിരമായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്ന ചില വീഡിയോകളാണ്, ദൈവത്തിന് പുത്രൻ ഉണ്ടാകുമോ, ദൈവത്തിന് ഒരു പുത്രൻ ഉണ്ടാകുമോ എന്ന് പറഞ്ഞവര് ഇറങ്ങും. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം യേശു ഒരു പ്രവാചകൻ മാത്രമായിട്ട്, അതും പ്രവാചകരിൽ ഒരുവനായിട്ട് മാത്രം കാണുവാനായിട്ടാണ് അവർ ആഗ്രഹിക്കുന്നത്. അവരുടെ പഠനങ്ങൾ അങ്ങനെയാണ്. അപ്പൊ ഈ മൂന്ന് കൂട്ടരെയും ഒരേപോലെ വിരൽ ചൂണ്ടിക്കൊണ്ടാണ് പാപ്പ പറയുന്നത് സത്യവിശ്വാസം പ്രഘോഷിക്കേണ്ട കാലത്തിലേക്കാണ് സഭ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പാപ്പ കുറച്ച് നാളുകൾക്ക് മുമ്പ് പറഞ്ഞ ഒരു വാക്കും വൈറലായിരുന്നു. അതായത് ലോകത്തിന്റെ വിഷയങ്ങളെ പരിഹരിക്കാനല്ല, അതല്ല എന്റെ പ്രഥമ ദൗത്യം. എന്റെ പ്രഥമ ദൗത്യം സുവിശേഷം പ്രഘോഷിക്കുക എന്നുള്ളതാണ്. സുവിശേഷത്തിന് വേണ്ടി നിലകൊള്ളുക എന്നുള്ളതാണ് എന്റെ പ്രഥമ ദൗത്യം. ഈ ദൗത്യം തന്നെയാണ് മാർപ്പാപ്പയുടെ ഓരോ സ്റ്റെപ്പിലും കാണിച്ചു തന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ഇവിടെ പലർക്കുമുള്ള ചില മുന്നറിയിപ്പുകളാണ്. ഇതാണ് പാപ്പ ആഗ്രഹിക്കുന്നത്, ഇത് തന്നെയാണ് ക്രിസ്തുവും ആഗ്രഹിക്കുന്നത്.